പാതിമയങ്ങിക്കിടന്നൊരു നാടിന് ചേതന തന്നു പ്രവാസം, ഉള്ളിൽ മോഹങ്ങളെ പ്രവാസം, നിത്യവിരഹത്തിൻ നീർത്തുള്ളിയിൽ പ്രേമം സ്വപ്നങ്ങൾ നൽകി പ്രവാസം, പ്രേമ സ്വപ്നങ്ങൾ നൽകി പ്രവാസം, വേരുകളെല്ലാം അറുത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. കേരളത്തിനും ഗൾഫിനുമിടയിലെ പാലത്തിലൂടെ വിനിമയം ചെയ്ത വിഭവങ്ങൾ ഒട്ടനവധിയാണ്. പ്രാചീന കാലത്ത് അറിവും സുഗന്ധദ്രവ്യങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്തപ്പോൾ പുതിയ കാലത്ത് വിഭവങ്ങളുടെ സ്വഭാവം ആകപ്പാടെ മാറി. മലയാളികളുടെ ശാരീരികവും ബൗദ്ധികവുമായ അധ്വാനം 70കൾ മുതൽ ഒരു പുഴ പോലെ ഗൾഫിലേക്കൊഴുകാൻ തുടങ്ങി. അതിന് പ്രതിഫലമായി ഗൾഫ് പണം കേരളത്തിലെ വിദൂര ഗ്രാമങ്ങളിലെ ഓലമേഞ്ഞ കുടിലുകളെ തേടിയെത്തി. അടുപ്പിൽ അണയാതെ കത്തുന്ന തീ, ഓടിട്ട മേൽക്കൂര, പെട്ടിയിലെ പുതുമണം പരത്തുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ലക്ഷണങ്ങൾ. പ്രവാസിയുടെ വീടിന്റെ പുറത്തേക്ക് പണമൊഴുകി നാട്ടിലേക്ക് പരക്കാൻ തുടങ്ങിയപ്പോൾ മലയാളി മുഖ്യധാരാ സമൂഹം റിയാലിന്റെയും ദിനാറിന്റെയും മണം ഇഷ്ടപ്പെടാൻ തുടങ്ങി. മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ബൃഹത്തായ അനുഭവ സമ്പത്ത് മമ്മുവിനുണ്ട്. 75 തുടങ്ങി 2005 അവസാനിച്ച ആ സഞ്ചാരപാതയിൽ തയ്യൽ കടയും വിദേശകാര്യ വകുപ്പുമൊക്കെ തിരിവുകളായി മാറി. 75 ഇവിടെ നിന്ന് വിട്ടു. ബോംബെയിൽ ജൂലൈ 8-ാം തീയതി എത്തി. 16-ാം തീയതി അവിടെ നിന്ന് കപ്പൽ കയറി ദോഹയിൽ ഇറങ്ങി. 25-ാം തീയതി 8 ദിവസത്തെ ദുരിതം പിടിച്ച യാത്രയായിരുന്നു. ജൂൺ ജൂലൈ കടലിന് വളരെ ക്ഷോഭമുള്ള സമയമായതുകൊണ്ട് മസ്കത്ത് കടലിലൊക്കെ എത്തുമ്പോൾ കപ്പൽ യന്ത്രഊഞ്ഞാൽ പോലെ പെട്ടെന്ന് പൊന്തും, അതുപോലെ തായം കൊണ്ട് വീഴും. അങ്ങനെ ഛർദ്ദിച്ച് വളരെ അവശനായിട്ടാണ് ദോഹയിൽ ഇറങ്ങിയത്, ഖത്തറിൽ ഇറങ്ങിയത്. അതിനുശേഷം കുറേ ദിവസം ഹോസ്പിറ്റലൊക്കെ ചികിത്സയിലായി. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്കിറങ്ങി. ഒരു തയ്യക്കടയായിരുന്നു. തയ്യക്കടയിൽ ഏതാണ്ട് 10-18 വർഷത്തോളം തയ്യക്കടയും തുണിക്കടയായിട്ട് കഴിഞ്ഞു. പിന്നെ അതിൽ നല്ല മെച്ചമായ ഒരു ജോലി വിദേശകാര്യ വകുപ്പിൽ കിട്ടിയപ്പോൾ അതിലേക്ക് മാറി. 2005 സെപ്റ്റംബർ 1-ാം തീയതി തിരിച്ചു വരുന്നതുവരെ അതേ ഓഫീസിലായിരുന്നു. സാമ്പത്തിക അച്ചടക്കത്തിൽ പ്രവാസികൾ കാണിക്കുന്ന അലംഭാവത്തെപ്പറ്റി മമ്മുവിന് ആധികാരികമായി തന്നെ സംസാരിക്കാൻ സാധിക്കും. ഗൾഫിലേക്ക് പോയ അധികം ആളുകളും പിന്നെ വളരെ ആർഭാടപരമായ ജീവിതം നയിക്കുന്നവരാണ് അധിക പേരും. അതിനുള്ള വരുമാനം ചിലപ്പോൾ അവർക്ക് സ്വന്തം നിലക്കുണ്ടായി എന്ന് വരില്ല. മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് എനിക്കും വേണം അതേ എല്ലാ അവസ്ഥയും എന്ന നിലക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ഉയർന്ന ജീവിതം നയിക്കുന്ന ഒരവസ്ഥ പൊതുവെ ജനങ്ങളിലുണ്ട്. അതിൽ പിന്നെ അവസാനം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഗൾഫിലും വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥ, നിയമങ്ങളൊക്കെ മാറി ജോലിയിൽ വ്യത്യാസം വന്ന് പിന്നെ ഈ എടുത്ത ആർഭാടപരമായ വീടുകളും ജീവിതങ്ങളും ഒക്കെ ഒഴിവാക്കണമെങ്കിൽ പിന്നെ ബാങ്ക് ബാലൻസ് ഇത് വിറ്റ് ചെയ്യേണ്ടുന്നൊരവസ്ഥ ജനങ്ങളിലുണ്ട്. വളരെ ചുരുക്കം പേരെ ഒരു ഭാവി മുന്നോട്ട് കണ്ടുള്ള ഒരു അടിസ്ഥാനപരമായി ജീവിക്കുന്ന ആളുകൾ വളരെ ചുരുക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്.
അതിനൊരു ഉദാഹരണം ഇപ്പോൾ പിന്നെ സൗദി അറേബ്യയിൽ നിതാഖാത്ത് എന്ന് പറഞ്ഞ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ജനങ്ങളൊക്കെ തിരിച്ചു വന്ന് കഷ്ടപ്പെടുന്നൊരവസ്ഥ. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് വേണം അവർക്ക് ജീവിക്കണമെങ്കിൽ. ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളൊരു മുന്നൊരുക്കം ഇല്ലാതെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 86-ൽ ഡ്രൈവർ വിസ കിട്ടി സൗദിയിൽ വിമാനമിറങ്ങുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന ജോലി ആടുമേയ്ക്കലാണെന്ന് മൊയ്തീൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ സ്വപ്രയത്നത്തിന്റെ വെളിച്ചത്തിൽ മൊയ്തീന് മറ്റു പല തുറകളും തെളിഞ്ഞു കാണാൻ സാധിച്ചു. നിതാഖത്ത് പ്രശ്നത്തിൽപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സാംസ്കാരിക രംഗത്തും കാരുണ്യ സേവന രംഗത്തും തൻ്റേതായ സംഭാവനകൾ മൊയ്തീൻ ചെറുവണ്ണൂരിന് നൽകാൻ സാധിച്ചു. ഞാൻ ആദ്യമായി ഗൾഫ് പോയത് 88 ആദ്യവാരത്തിലാണ്. ആ സമയത്ത് ഗൾഫ് എന്നൊരു സ്വപ്നം വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നൊരു കാലഘട്ടമാണ്. ഗൾഫ് എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും. അപ്പോൾ ഗൾഫ് സ്വപ്നം, ആ സ്വപ്നം പോവുകയാണെന്നുള്ളൊരു ഇതിലാണ് നാം പോണത്. അങ്ങനെ പോയ അവിടെ എത്തിയ സമയത്ത് നമ്മളിവിടുന്ന് പറഞ്ഞ ജോലിയൊന്നുമല്ല എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഞാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്കാണ്. ജോലി എന്ന് പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ ഡ്രൈവർ ജോലി എന്നല്ല എനിക്ക് കിട്ടിയത്. എന്നെ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് മസറ എന്ന് പറയും, അതായത് കൃഷിസ്ഥലത്ത് കൊണ്ടുപോയി എന്നോട് കുറേ 10-200 ആടുകളെ കൂട്ടത്തിൽ അവരെ രാവിലെ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ഒരു ജോലിക്കാരുണ്ട്, അവരെ കൂടെ ഇങ്ങനെ വിടാനുള്ളൊരു സാഹചര്യത്തിൽ. അപ്പം ഞാൻ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ഞാൻ ഈ വിസക്കല്ല വന്നത്, ഞാൻ വന്നത് ഡ്രൈവർ വിസക്കാണ്, ഒരു കമ്പനിയിലെ ഡ്രൈവർ വിസക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ തൽക്കാലം ഇവിടെ ജോലി ചെയ്യും, പിന്നീടൊക്കെ അതാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ ആ ജോലി ചെയ്യൂല, എന്ത് തന്നെ വന്നാലും ശരി എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരവസ്ഥയിൽ നിന്നപ്പം അവിടെ കോഴിക്കോട്ടുകാരനായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സാറില്ല ഞാൻ സംസാരിക്കുക, നിങ്ങളെ സ്പോൺസറായിട്ടാണ്. അപ്പോൾ എൻ്റെ സ്പോൺസറല്ല അവിടെ ഉള്ളത്, എൻ്റെ സ്പോൺസർ ഏട്ടൻ്റെ വീട്ടിൽ റിയാദിൽ കൊണ്ടാക്കിയത് അവിടെ. അങ്ങനെ അവർ ആ കോഴിക്കോട്ടുകാരൻ നമ്മളെ ഇവിടുത്തെ ആളുമായിട്ട് സംസാരിച്ചപ്പം എങ്ങനെയെങ്കിലും അവൻ്റെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ, നമുക്ക് ശാരീരികമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവനക്ക് വളരെ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു 15 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ 15 ദിവസം ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ചെന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഗൾഫ് വേണ്ട. കാരണം ആ ഫസ്റ്റ് ഘട്ടം തന്നെ എന്നെ നമ്മളെ നാട്ടിലൊന്നും ആടിനെ മേക്കലോ മറ്റോ ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പം ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ മാത്രം ജോലി ചെയ്താൽ മതി. അങ്ങനെ തിരിച്ച് റിയാദിലേക്ക് വന്നു. ആ കമ്പനിയിൽ തിരിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായത്. അപ്പോഴും ഒരു ഡ്രൈവർ എന്നുള്ളവർക്കും ഒരു ലേബർ എന്നുള്ളവർക്കുള്ള വ്യത്യാസങ്ങൾ ഡ്രൈവർക്കില്ല. കാരണം ഡ്രൈവർ തന്നെ ലോഡിങ് അൺലോഡിങ് എല്ലാം ചെയ്യണം. അത് ഗൾഫ് കൺട്രിയിലെ എല്ലാവർക്കും. ആ സാഹചര്യം പറയാനുള്ള കാരണം നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലുള്ള ഡ്രൈവറും ഒരു ഗൾഫ് മേഖലയിൽ പോകുമ്പോൾ അവർ ആ ഡ്രൈവർ പണി മാത്രമേ എടുക്കുള്ളൂ. അതേസ്ഥാനത്ത് ഗൾഫിൽ അതല്ല. ഗൾഫിൽ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവിടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് എല്ലാവിധ ജോലിയും ഈ ഡ്രൈവർ തന്നെ ചെയ്യണം. അവിടെ അങ്ങനെ ഡ്രൈവർ എന്നുള്ള തസ്തികയില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ ഹോട്ടൽ ഫീൽഡ്, അങ്ങനെ ഓരോ ഫീൽഡുകളും മാറി മാറി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി കൊണ്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇപ്പം നിതാഖാത്തുമായിട്ട് വന്ന് കേന്ദ്ര അതൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മൾ നാട്ടിൽ വരേണ്ട ഒരു ചുറ്റുപാടുണ്ടായത്. മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഉസ്മാന്റെ പ്രവാസം കയറ്റിറക്കങ്ങളിലൂടെയായിരുന്നു. ഹോട്ടലുകളിലും സ്റ്റേഷനറി കടകളിലും ജോലി ചെയ്ത് പിന്നെ ഇലക്ട്രോണിക് കട സ്വന്തമായി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉസ്മാന് എത്താൻ കഴിഞ്ഞു. 1962 ശാന്തപുരം കോളേജിൽ നിന്നും പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ യാത്രയുടെ തുടക്കം. അങ്ങനെ ആദ്യത്തെ 1-2 വർഷം ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ചില ജോലികളുമായിട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 66-ൽ ആദ്യമായിട്ട് ലോഞ്ചിന് ബോംബെയിൽ നിന്ന് ആണ് ആദ്യമായിട്ട് പോയത്. ഏകദേശം 7-8 ദിവസത്തിന് ശേഷം ഒമാൻ തീരത്ത് ഇറങ്ങി അവിടെ നിന്ന് മറ്റൊരു ലോഞ്ചിൽ കൂർഫുഖാൻ തീരത്ത്, ഷാർജയുടെ ഒരു പ്രദേശമാണ്, അവിടെ ഇറങ്ങി അവിടെ നിന്ന്
എൻ്റെ ഒരു ഇളാപ്പ ദുബൈയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി ഒരു ടീ സ്റ്റാളിലാണ് ആദ്യമായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം വീണ്ടും ഈ ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ കൂർഫ്ഖാൻ എന്ന സ്ഥലത്ത് തന്നെ തിരിച്ചുപോയി. അവിടെയാണ് പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ ഏകദേശം 32 വർഷത്തോളം ഞാൻ അവിടെ കഴിഞ്ഞു. ആദ്യമായിട്ട് ചെറിയ 1-2 ഹോട്ടൽ കച്ചവടത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം ചെറിയ സ്റ്റേഷനറി കട ആരംഭിച്ചു. അതിനുശേഷം പിന്നൊരു ഇലക്ട്രോണിക് കട, കബീർ ഇലക്ട്രോണിക്സ് എന്നായിരുന്നു പേരുണ്ടായത്. 4 പതിറ്റാണ്ട് കാലത്തെ വിപുലമായ അനുഭവങ്ങൾ മുഹമ്മദ് അലിക്കുണ്ട്. പ്രവാസ ചരിത്രത്തിലെ ഓരോ ഏടുകളിലൂടെയും തന്റെ കണ്ണുകൾ പായിച്ച മുഹമ്മദ് അലിക്ക് ഒരു നിരീക്ഷകന്റെ കാഴ്ചപ്പാടോടെ മലയാളിയെ വിശകലനം ചെയ്യാൻ സാധിക്കും. പണ്ട് കാലത്ത് ഞങ്ങൾ പ്രവാസികളാണ്. പെരിന്തൽമണ്ണ, മാങ്കട, പട്ടിക്കാട്, ഈ മുള്ളിയാവർശി ഞങ്ങളൊക്കെ പ്രവാസികളാണ്. പണ്ടൊക്കെ ടണൽ വർക്കിനായിരുന്നു പോയിരുന്നത് അധികം ആൾക്കാർ. കുറേ ആൾക്കാർ വേലൂർ ഹോട്ടൽ ജോലിക്കാരായിരുന്നു. മൊത്തത്തിൽ പണ്ട് കാലത്തെ പ്രവാസികളായിരുന്നു. കുറേ ആൾക്കാർ പാകിസ്ഥാനിലും പോയിരുന്നു. അന്ന് പാകിസ്ഥാൻ എന്നറിയില്ല, കറാച്ചി എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയപ്പെട്ടിരുന്നുള്ളൂ. ഈ പട്ടിണി കാരണത്താൽ മാത്രമാണ് പോയത്. അതും ഗൾഫിൽ അന്ന് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. എവിടെയെങ്കിലും പോകുന്ന കൂട്ടത്തിൽ അത് ഗൾഫ് അന്ന് അതായിരുന്നു ഒരു മാർഗം. പോകുന്നത് തന്നെ ജീവൻ പണയം വെച്ചായിരുന്നു. പക്ഷെ അന്ന് മലയാളിക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത്തേലേറെ മലയാളി അന്ന് അഡ്വഞ്ചറസ് ആയിരുന്നു. ഇന്ന് കാണുന്നവരല്ല. ഇന്ന് ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തി പറയുമ്പോൾ ഞാൻ പറയും അന്നത്തെ കാലം ഇന്നത്തെ കാലം പരിഗണിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ധീരവാന്മാരായിരുന്നു, അഭിമാനികളായിരുന്നു, കൂടുതൽ അഡ്വഞ്ചറസ് കൂടിയായിരുന്നു. അതായിരുന്നു പ്രത്യേകത. അതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പിൽ പോയ തോണിയിൽ ആൾക്കാർ മുഴുവൻ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാലും അടുത്ത തോണിയിൽ കയറാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ആ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇന്ന് അങ്ങനത്തെ ഒരു അഡ്വഞ്ചറസിനോ ഒരു സാഹസികതക്കോ ആരും തയ്യാറാവില്ല. കാരണം അന്നത്തെ കാലഘട്ടം അതായിരുന്നു. ജീവിതത്തിനൊരു മാർഗമല്ല. അപ്പോൾ പട്ടിണിയായിരുന്നു വലിയ പ്രശ്നം. അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രപഞ്ചം. അത് തന്നെയായിരുന്നു. അതും ഒരു 975-80 വരെയാണ് ഈ ഗൾഫ് ബൂമിങ് അധികം നടന്നത്. അധികം ഇല്ലീഗലായിരുന്നു. ഞാൻ വരെ പോയത് പാസ്പോർട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. 10-16 ദിവസം കടലിൽ പട്ടിണി കിടന്ന് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, ജീവൻ തന്നെ തിരിച്ചു കിട്ടുമോ എന്നുള്ള പങ്കപ്പാടിലൊക്കെയാണ് അവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ ഒരുപാട് പേര് അനുഭവിച്ചിരിക്കുന്നു. ഒരുപാട് പേര് തിരിച്ചെത്താതെ അതേ യാത്ര പോയവരാണ്. ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിച്ച് പോയത് കൊണ്ടായിരിക്കാം സഹജീവികളോട് അന്ന് അവിടെ ആദ്യം എത്തിപ്പെട്ടവർക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു. ആരെങ്ങനെ വന്നാലും സഹായിക്കുക എന്നുള്ളൊരു മനസ്സായിരുന്നു. ഇത് ഗൾഫിൻ്റെ ചരിത്രം ഇന്ന് പരിശോധിച്ചാൽ അറിയാം. 60-നും 75-നും അടക്കമാണ് അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സാംസ്കാരിക സംഘടനകളും ഉടലെടുത്തത്. അതൊക്കെ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഉടലെടുത്ത സംഘടനകളാണ്. അതിൻ്റെ ശേഷം പുതിയതായിട്ട് സംഘടനകളൊന്നും ഉണ്ടായിട്ടില്ല. വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമാന്തര സംഘടനകളോ യൂത്ത് വിങ്ങോ ഒക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്ന എല്ലാ വലിയ സാംസ്കാരിക സംഘടനകളും ഈ 75-ൻ്റെ മുമ്പ് ഉടലെടുത്താണ്. അത് ഈ കാരണം തന്നെയാണ്, മനുഷ്യനെ സഹായിക്കുക എന്നുള്ള നിലക്ക്. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിക്കാം. മലയാളി മഹാമനസ്കനായിരുന്നു, ഉദാരശീലനായിരുന്നു, ധൈര്യവാനായിരുന്നു, അഭിമാനിയായിരുന്നു, അഡ്വഞ്ചറസുമായിരുന്നു, സാഹസികനായിരുന്നു. പിന്നെ പട്ടിണി മാറിയാൽ വയറ് നിറച്ച് ഭക്ഷണം കിട്ടാത്തവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 65 വയസ്സ് വരെ ജീവിച്ചാലും ഒരു നേരത്തെങ്കിലും താൻ ഇച്ഛിക്കുന്ന ഭക്ഷണം വയറ് നിറയെ കഴിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ഒരുപാട് കോടികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾ നാട് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയല്ല, കേരളമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നുണ്ട്. അതൊരു സത്യമാണ്. അത് അനുഭവിച്ച ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയും. അതുകൊണ്ട് തന്നെയാണ് അന്ന് മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ സ്വന്തം കഷ്ടപ്പാട് അനുഭവിച്ചതുകൊണ്ടാണ് കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ മനസ്സിന് നമ്മളൊക്കെ ഉടമകളായിരുന്നു. 81-ൽ ഒരു വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞാണ് ഫാറൂഖ് UAE-യിലെത്തിയത്. പഠനം കഴിഞ്ഞ് 4 കൊല്ലം പ്രതിരോധ വകുപ്പിലും പിന്നെ നീണ്ട കാലം വിവർത്തകനായും ഔദ്യോഗിക സേവനമനുഷ്ഠിച്ചു. ആ കാലയളവിൽ
പ്രവാസി സമൂഹത്തിന്റെ പ്രയാസങ്ങൾ കാണാനും നേരിട്ട് ഇറങ്ങിച്ചെന്ന് പരിഹാരം അന്വേഷിക്കാനും ഫാറൂഖിന് സാധിച്ചു. 1981 ഫസ്റ്റിലാണ് പഠനാവശ്യാർത്ഥം UAE പോകുന്നത്. അവിടെ ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരുന്നു പോയിരുന്നത്. പിന്നീട് 4 വർഷത്തോളം അവിടെ പഠിച്ച് അതിനുശേഷം അവിടെ തന്നെ ഡിഫൻസിൽ ജോലി ചെയ്തു. പിന്നെ അവിചാരിതമായി നാട്ടിൽ വന്ന് 6 മാസത്തിന് ശേഷം ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം സൗദിയിലേക്ക് വീണ്ടും പോവുകയാണ് ഉണ്ടായത്. അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി. ഏകദേശം ഒരു 20 വർഷത്തോളം പിന്നീട് കോടതിയിൽ ട്രാൻസ്ലേറ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഈ ട്രാൻസ്ലേറ്റർ ആകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു എന്നുള്ള നിലക്ക് പല ആളുകളും വന്ന് സമീപിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾക്ക് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗൾഫിലുള്ള പ്രത്യേകിച്ച് ജിദ്ദയിലുള്ള ആളുകളുടെ ഈ പ്രശ്നങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ആളുകൾ അറബികളുടെ കൂടെ ജോലി ചെയ്ത് പ്രയാസപ്പെടുന്നതും പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പോക്ക് യഥാർത്ഥത്തിൽ 70കളുടെ ആരംഭത്തിലാണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് UAE പിന്നെ ഖത്തർ. സൗദിയിലേക്ക് ഒരു 78 അവസാനം 79 സമയങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് വ്യാപകമായി ആളുകൾ ഒഴുക്ക് തുടങ്ങിയത്. അത് ഈ ഹജ്ജ് വിസകൾ കണ്ടമാനം അടിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചതോടുകൂടിയാണത്. അതിനുശേഷം മൊത്തം എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിൽ ഗൾഫിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പ്രവാസി മലയാളികളുള്ളത് പകുതിയിലധികം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ തന്നെ 45% മലയാളികൾ ജിദ്ദയും ചുറ്റുഭാഗങ്ങളിലാണുള്ളത്. അതിൽ നല്ലൊരു വിഭാഗം ഇങ്ങനെ നേരത്തെ 70കളുടെ അവസാനത്തിലും 80കളുടെ ആദ്യത്തിലുമായിട്ട് ഈ ഉംറ വിസയും അതുപോലെ തന്നെ ഹജ്ജ് വിസയും അടിച്ചു പോയവരാണ്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം അതൊക്കെ നിലച്ചെങ്കിലും പിന്നെ വിസകൾ കണ്ടമാനം ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയോട് കൂടിയിട്ട് കണ്ടമാനം ആളുകൾ അങ്ങനെ. ആകാശവാണിയിലെ ഉദ്യോഗത്തിന് വിരാമമിട്ടാണ് സഹരത്ത് ഗൾഫിലേക്ക് പറന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സഹരത്ത് ആരംഭകാലത്ത് പഠിച്ച പണിയാണ് ചെയ്തതെങ്കിലും ക്രമേണ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ശേഷം ഞാൻ ആദ്യമായി ഇവിടെ ജോലി ചെയ്യുന്നത് ആകാശവാണിയിലായിരുന്നു. ആസ് എ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പ്രവാസ ജീവിതത്തിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ പ്രവാസ ജീവിതം സ്വപ്നത്തിൽ കൂടി കണ്ടിട്ടില്ല. പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നു, ഗൾഫിലേക്ക് വരുന്നു എന്ന് എൻ്റെ ഒരു സഹോദരൻ്റെ മൂത്ത സഹോദരൻ്റെ ഒരു സ്നേഹിതൻ ഒരു വൈകുന്നേരം ഞാൻ ആകാശവാണിയിൽ കഴിഞ്ഞ് ബീച്ചിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു, ഗൾഫിലേക്ക് വരുന്നു എന്ന് വെച്ചു. അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥയിൽ നിൽക്കുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് മാറ്റങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ജോലി ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ ഒന്ന് കരുതി അത് വിദേശത്തേക്ക് തന്നെ ആകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് 1989 ഡിസംബറിൽ ആദ്യമായി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ അബുദാബി എയർപോർട്ടിൽ കാലുകുത്തുന്നത്. അങ്ങനെ അബുദാബിയിൽ ആണ് ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ബേസിക്കലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണിക് ഷോപ്പിലാണ് എനിക്ക് എൻ്റെ ആദ്യ വർഷത്തിൽ ജോലി ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം എൻ്റെ ജീവിതം ഒരു മാറ്റം തന്നെ സൃഷ്ടിച്ചു. കാരണം ഞാൻ ആതുര സേവന രംഗത്തേക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ രീതിയിലേക്ക്. അത് എൻ്റെ 21 വർഷ പ്രവാസ ജീവിതം മുഴുവനും ഒരു ആരോഗ്യരംഗത്ത് മെഡിക്കൽ എഞ്ചിനീയറായിട്ട് ഹോസ്പിറ്റൽ പ്രൊജക്റ്റും അതിനോടനുബന്ധിച്ച് സർവീസും ഒക്കെ ആയിട്ട് എക്യുപ്മെൻറ്റ്സ് ഡീറ്റെയിൽസ് പഠിക്കാനും ഒത്തിരി വിദേശ യാത്രകളും അതിനോടനുബന്ധിച്ചുള്ള ഉയർന്ന പഠനത്തിനും പോകേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പകുതി 50% ഗൾഫ് ജീവിതത്തിൽ കുടുംബസമേതം തന്നെ ജീവിക്കേണ്ടി വന്നു. രോഗശുശ്രൂഷ മേഖലയിലെ ജോലിക്കിടെ പ്രവാസികളുടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് സഹരത്തിന് ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. പ്രവാസ ലോകത്ത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും പ്രവാസികൾക്ക് ഉണ്ടാകാറുണ്ട്.
നമ്മൾ വിചാരിക്കും പ്രവാസികൾക്ക് മാത്രമാണ്. ഓക്കെ, മുൻകാലങ്ങളിൽ അത് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഭക്ഷണ രീതി തന്നെ പ്രവാസ ലോകത്ത് അത് ഉണ്ടാകാൻ കാരണം സമയത്ത് ഭക്ഷണം കഴിക്കൽ പ്രവാസികൾ വളരെ ചുരുക്കമാണ്. അവർ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ജോലിക്ക് നമുക്ക് സമയത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക, അതൊന്നുമില്ല. അവർക്ക് അവിടെ ജോലിയാണ് മുഖ്യം, അവിടുത്തെ കച്ചവടമാണ് മുഖ്യം. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ മാറ്റങ്ങൾ, പിന്നെ കൊഴുപ്പേറിയ ഭക്ഷണം, കൂടുതലും ടിൻ ഫുഡുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഈ കേരളത്തിൽ ടിൻ ഫുഡുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിട്ടുണ്ടാവുള്ളൂ. പ്രവാസ ലോകത്ത് എന്നോ, കാരണം മിക്ക ഭക്ഷണങ്ങളും പ്രവാസ ലോകത്ത് കിട്ടുന്നത് വിദേശങ്ങളിൽ വരെ, യൂറോപ്പുകളിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്നതായിരുന്നു. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ അത് പ്രിസർവേറ്റീവ് ഇട്ട് ടിൻ ഫുഡുകളായിരിക്കും. അപ്പോൾ ഈ പ്രിസർവേറ്റീവ് ഇട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊരു വ്യക്തിക്കും പല രോഗങ്ങൾ ഉണ്ടാക്കും. അത് ഉടനെ ഇല്ലെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്ക് പലതരം ഫാറ്റ്സുകളും ഹൃദ്രോഗങ്ങളും പ്രമേയങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏക സമ്പാദ്യം അവർക്ക് ഈ പലതരം രോഗങ്ങളാണ്. സേഫ്റ്റി മേഖലയിൽ 9 കൊല്ലം ജോലി ചെയ്താണ് അബ്ദുൽ മനാഫ് തിരിച്ചെത്തിയത്. പ്രത്യേകം ഒരു ജോലി അഭ്യസിക്കാതെ ഗൾഫിൽ പലതരം തൊഴിൽ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നേരിട്ടനുഭവിച്ച ആളാണ് മനാഫ്. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് തിരിച്ചെത്തിയ ശേഷം മനാഫ് സേഫ്റ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് 1997 വിദേശത്തേക്ക് പോയി, സൗദി അറേബ്യയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രതീക്ഷ വെച്ച് പോകുന്നതാണ്. നമ്മളൊരു ഗൾഫ് സ്വപ്നം കണ്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ട്രാവൽസുകൾ പറയും ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് ദുബായ് കാണണ്ടല്ല, ആ ഫോട്ടോ കണ്ടിട്ടാണല്ലോ നമ്മൾ ആദ്യം പോകുന്നത്. 3 മണിക്കൂർ കൊണ്ട് നമ്മൾ വിദേശത്ത് എത്തും. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണമെങ്കിൽ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ. അപ്പോൾ നമുക്കന്ന് അതിൻ്റെ ഒരു ഇത് അറിയത്തില്ല. അവർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു, ഇവിടെ നിന്നൊന്ന് സൈൻ ചെയ്യുന്നു, പിന്നെ ബോംബെയിൽ ചെന്നിട്ട് വേറൊന്ന് സൈൻ ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നത് ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ആ ജോലി പറയുന്ന ജോലി ആയിരിക്കില്ല. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ ട്രാവൽസിൽ നിന്ന് കൊടുത്ത അഗ്രിമെൻ്റ് അല്ല, അറബിയിലും ഇംഗ്ലീഷിലും ഒരു പേജ് ഉണ്ടാവും. ആ ഒരു പേജിൽ ഒരു ഭാഗത്ത് അറബി, ഒരു ഭാഗത്ത് ഇംഗ്ലീഷും ആവും. എന്നിട്ട് അതിന് സൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് പറയുന്നത് ടെക്നീഷ്യനാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമാണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ അറബിയിൽ ആമൽ നലാഫ ക്ലീനിങ് എന്നൊക്കെ പറയും. അവിടെ ചെന്നാൽ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ലജ്ജ തോന്നുന്ന പണിയായിരിക്കും അവിടെ നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പൈസ കൊടുത്ത് വിസക്ക് പൈസ കൊടുത്തിട്ട് ജോലി ചെയ്യാം. പിന്നെ നമ്മൾ ഗതികേട് കൊണ്ട് അവിടെ നിന്ന് പോവാം. കാരണം ചിലപ്പോൾ സ്വർണ്ണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ പലിശക്കൊക്കെ വാങ്ങിയിട്ടാവും ആളുകൾ പോവാം. തിരിച്ച് പോന്നാലുള്ളൊരു അനുഭവം ആർക്കും അറിയത്തില്ല. അതായത് ഒരു വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനി നമ്മൾക്ക് NOCയോ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തന്നാൽ നമുക്ക് വീണ്ടും അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ എന്താ കുഴപ്പം വെച്ചാൽ ബാൻ എന്ന് പറയും, നിരോധനം. 2 വർഷത്തേക്ക് പിന്നെ ആ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ഇതാരും അറിയുന്നില്ല. ഇനി അഥവാ കമ്പനിയോട് നമ്മൾ കെഞ്ചി പറഞ്ഞാൽ നമ്മുടെ കാരണത്താൽ പോരുകയാണെങ്കിൽ അവർ തരത്തില്ല. പക്ഷെ അവർ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ അയച്ചു തരാമെന്ന് പറയും. പക്ഷേ അയക്കത്തില്ല. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു വേക്കൻസിയിൽ വേറെ ആളെ കിട്ടണമെങ്കിൽ ആളെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് NOC തരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളോട് പറയും അയച്ചു തരാമെന്ന് പറയും, പക്ഷേ അയച്ചു തരില്ല. പിന്നെ ഇനി ഒരു അസുഖം വന്നാൽ തന്നെ നമ്മളുടെ ആവശ്യത്തിന് പോരുകയാണെങ്കിൽ അവർ നമ്മളെ മെയിൻ ചെയ്യില്ല. അവരുടെ ആവശ്യത്തിനാണെങ്കിൽ പിന്നെ അവർ ടിക്കറ്റൊക്കെ എടുത്ത് തരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പെട്ടി കെട്ടുന്നത് നമ്മുടെ പഴയ സാധനമൊക്കെ ആയിട്ടൊരു 30 കിലോ ആണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും വലിയ എന്തോ സാധനമായിട്ടാണ് വരുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളോ എന്തെങ്കിലാവും. അനുഭവത്തിലും ആഗ്രഹത്തിലും വ്യത്യസ്തത പുലർത്തിയ ആളുകളാണ് ഇവരൊക്കെ. പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകൾ. എന്നാൽ ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു തന്തുണ്ട്. നിശ്ചയദാർഢ്യവും മനോധൈര്യവും കൈമുതലാക്കി സ്വന്തം വീടിനെയും നാടിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയവരാണ് ഇവരെല്ലാം തന്നെ.